ഓം ശാന്തി. ബ്രഹ്മകുമാരീസിന്റെ പാലക്കാട്, മലപ്പുറം 2 ജില്ലകളിലെയും ഈശ്വരീയ സേവാ കേന്ദ്രങ്ങളുടെ ബേസിൽ നടക്കുന്ന യൂത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഏതൊരു പ്രോഗ്രാമിന്റെയും സക്സസ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിലൂടെ കേൾക്കാൻ പോകുന്ന നോളേജ് ആരാണോ കേൾക്കാൻ ആഗ്രഹിച്ചെത്തിച്ചേർന്നത്, ആ ഒരു നോളേജിനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ടൈം എനർജി സ്പെൻഡ് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരുമാണ് ആക്ച്വലി ഈ പ്രോഗ്രാമിന്റെ വലിയൊരു സക്സസ്. അതുകൊണ്ട് എല്ലാവർക്കും ആദ്യം തന്നെ യൂത്ത് വിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി സമർപ്പിക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ് സമർപ്പിക്കുന്നു. മറ്റൊന്ന്, എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ചും നമ്മളുടെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നമ്മുടെ യൂത്തിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ ലാസ്റ്റ് ആയിട്ട്, ജനുവരി മുതലാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ സേവനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ശരിക്കും 2 യൂത്ത് പ്രോഗ്രാമിലാണ് വിശേഷിച്ചും 5 ഡേയ്സിന്റെ യൂത്ത് എംപവർമെന്റ് ട്രെയിനിങ് പ്രോഗ്രാം നടന്നിരുന്നത്. ഇപ്പൊ ഈ മാസം അതുപോലെ നമ്മുടെ ദിശ 4-3 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും നടന്നിരുന്നു. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തില് പരമാത്മാവ് എന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മഹാവാക്യമുണ്ട്, ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റ്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ദിശ ഫോർ യൂത്ത് 3rd ഗ്രൂപ്പ്. കാരണം അവരുടെ മെഡിറ്റേഷൻ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളുടെ ആദ്യത്തെ 2 പരിപാടികളിലും നമ്മുടെ പ്രിയപ്പെട്ട ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മീനാജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ, നമ്മൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിസ്റ്റർ എന്നും ഇനോഗ്രൽ പ്രോഗ്രാമുകൾക്ക് പങ്കുചേരാറുണ്ട്, സിസ്റ്ററിന്റെ ആശംസകൾ നേരാറുണ്ട്. പക്ഷെ ഇതുപോലെ യൂത്തിന് വേണ്ടിയിട്ട് ക്ലാസ്, വിശേഷിച്ചും ഒരു ക്ലാസ് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. സിസ്റ്ററിന്റെ ടൈം ഇപ്പോഴാണ് സെറ്റ് ആയത്. അപ്പൊ ദിശ 4-3 കുട്ടികൾക്ക് വിശേഷിച്ചും കൺഗ്രാറ്റ്സ്. കാരണം നിങ്ങളുടെ എനർജിയാണ് സിസ്റ്ററെ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ എത്ര ക്ലാസ്സിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അത് ഞങ്ങൾ ഗ്രൂപ്പിൽ പോലും ശ്രദ്ധിച്ചിരുന്നു. മെഡിറ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഏർലി മോർണിംഗ് മുതൽ അവർ ചെയ്യുന്ന ടൈമിങ്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടും വളരെ സ്മാർട്ട് ഗ്രൂപ്പ്. നമ്മൾ യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ പ്രതീക്ഷിക്കുക, ആ ഒരു എനർജിയുള്ള ഗ്രൂപ്പാണ് ആക്ച്വലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ്. പക്ഷെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വന്ന വഴി മറക്കരുത്. അതുകൊണ്ട് ദിശ 4-3 ഗ്രൂപ്പിലെ മക്കളുടെ ശക്തി എന്ന് പറയുന്നത് ജനുവരി മുതലുള്ള ദിശ ഫോർ യൂത്ത് ഗ്രൂപ്പിലെ മക്കളാണ്. അത് പൂജാസ്റ്റർ ആണെങ്കിലും അശ്വനീസ്റ്റർ ആണെങ്കിലും പേരെടുത്ത് പറയണം. കാരണം അവരെല്ലാവരും ഒരു ക്ലാസ് പോലും മുടക്കാതെ അത്രയും ഇനീഷ്യേറ്റീവായിട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഇന്ന് നമ്മൾ എല്ലാവരുടെയും വിശേഷപ്പെട്ട ഭാഗ്യമാണ്, സമയം പാഴാക്കുന്നില്ല. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു കൈ വേവ് ചെയ്തുകൊണ്ട് സിസ്റ്ററെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. എല്ലാവരും വേവ് ചെയ്തിട്ട് സിസ്റ്ററെ വെൽക്കം ചെയ്യണം. ആക്ച്വലി കുറച്ച് ശബ്ദങ്ങളിൽ സിസ്റ്ററിന്റെ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്ററിന്റെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സിസ്റ്ററിന്റെ ഹിസ്റ്ററി, നമ്മൾ സിസ്റ്ററിന്റെ കൂടെ കുട്ടിക്കാലം മുതൽ വളരാനുള്ള ഒരു പദമാപദം സൗഭാഗ്യം ഈ ആത്മാവിന് കിട്ടി എന്നുള്ളത് ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ സ്മരിക്കുകയാണ്. ശരിക്കും നോക്കിയ സിസ്റ്റർ 21ാമത്തെ വയസ്സിലാണ് പാലക്കാട് ജില്ലയുടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ കോർഡിനേറ്റർ ആയിട്ട് സേവനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഇത്രയും ടെൻഡർ ഏജിലാണ് സിസ്റ്റർ 21 ഇയേഴ്സ് നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കണം. 21 വയസ്സാണ് സിസ്റ്റർക്ക്. ശരിക്കും 94ലാണ് സിസ്റ്റർ നോളേജിലേക്ക് വന്നത്. പിന്നീട് 96ൽ നമ്മളുടെ സേവനം സ്റ്റാർട്ട് ചെയ്തു പാലക്കാടില്. അതിന്റെ 1ാമത്തെ വാർഷികം പാലക്കാട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റർ ആയിരുന്നു പാലക്കാടിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 96 മുതലുള്ള ആ ഒരു ജേർണിയിൽ
ശരിക്കും നമുക്ക് എണ്ണി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 21 വയസ്സ് മുതൽ സിസ്റ്റർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ വിശ്വത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനം. അപ്പൊ അതിൻ്റെ ഒരു യൂത്ത് ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള എനർജിയുടെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാറ്റ്ഫോം. അങ്ങനെ ഈവൻ ഒരു 2008 നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടിൽ നമ്മളുടെ കഞ്ചിക്കോടില് ബാബയുടെ ഒരു സ്റ്റുഡിയോ ഇനോഗ്രേഷൻ നടന്നു. ആ സ്റ്റുഡിയോയിലാണ് ഈ മീഡിയ സേവനം. ഇന്ന് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ സിസ്റ്ററിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുന്നത്, അതിന്റെ സേവനം സ്റ്റാർട്ട് ചെയ്തത് 2008 വിശേഷിച്ചും സിസ്റ്ററിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 96 ട്രിവാൻഡ്രത്തിൽ സിസ്റ്റർ ഉള്ള സമയത്ത് ശിവരാത്രി നാളില് ദൂരദർശനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സിസ്റ്ററിന്റെ അനുഭവത്തിൽ കേട്ടിട്ടുണ്ട്. അന്ന് ശിവരാത്രിയുടെ സ്പീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ വന്നപ്പോ കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സും, അന്ന് നമ്മുടെ സെന്ററുകളിലുള്ള കേരളത്തിലെ എല്ലാ സിസ്റ്റേഴ്സും മൗണ്ട് അബൂലായിരുന്നു, രാജസ്ഥാനില്. അപ്പൊ സിസ്റ്റർ സമർപ്പണമായിട്ടേ ഉള്ളൂ യജ്ഞത്തില്. അന്നാണ് മീഡിയ സേവനത്തില് സിസ്റ്റർ ആദ്യമായിട്ട് ഈശ്വരന്റെ മഹാവാക്യം സമർപ്പിച്ചത് ഒരു ശിവരാത്രി നാളില്, ആ ശിവരാത്രി സന്ദേശത്തിലൂടെ. അങ്ങനെയുള്ള ആ ഒരു പ്രയാണം ഇത്രയും കാലം തുടർന്നു. അനേകരെ സിസ്റ്റർ റീചാർജ് ചെയ്തു, അനേകരുടെ ജീവിതത്തെ റെജ്യൂവനേറ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ഭാഗ്യശാലികൾക്കും ഇന്ന് ക്ലാസ് കേൾക്കാം സിസ്റ്ററിന്റെ അടുത്തുനിന്ന്. എല്ലാവരും സമ്പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ഒരു സെക്കൻഡ് പോലും ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ സിസ്റ്ററിൽ നിന്ന് കേൾക്കാൻ പോകുന്ന ഈശ്വരന്റെ ഓരോ മഹാവാക്യങ്ങളെയും കൊത്തിയെടുക്കുക, ലൈഫിൽ യൂസ് ചെയ്യുക, അതിന്റെ മൂർത്തിയായിട്ട് മാറണം. വി ഹാവ് ടു ബിക്കം ദ എക്സാമ്പിൾ. ഓക്കെ, ഒരിക്കൽ കൂടി സിസ്റ്ററെ എല്ലാവരുടെ ഭാഗത്തു നിന്നും സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി സിസ്റ്റർ. ഓം ശാന്തി. ബാബയുടെ മക്കൾക്കെല്ലാം ഒരിക്കൽ കൂടി ഈ സയൻസ് സന്ധ്യയിൽ ബാബയുടെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. സന്ധ്യാവേളയാണ്. ഇത് ശബ്ദത്തിനുപരി പോകാനുള്ള സമയമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് അല്പസമയം പരമാത്മസ്മൃതിയിലിരുന്ന് ആരംഭിക്കാം. സന്ധ്യ വന്ദിക്കാനുള്ള ടൈമാണ്. കൃതജ്ഞത അർപ്പിക്കാനുള്ള സമയമാണ്. ആദ്യം ഇന്നത്തെ ഈ ത്രിസന്ധ്യ സത്സംഗമായി എനിക്ക് നൽകിയ പരമാത്മാ പിതാവിനോട് ഉള്ളുകൊണ്ട് നന്ദി പറയാം. പരമ്പൊരുൾ, പരംജ്യോതി, പരമപ്രകാശം, പരമദീപത്തെ ഉള്ളുകൊണ്ട് സ്നേഹാദരവോടെ സ്മരിക്കൂ. ദീപ ആരാധന ചെയ്യും. ആത്മദീപമായ ഞാൻ പരമദീപമായ പരമാത്മാ പിതാവിനെ, ശിവബാബേ, വളരെ സ്നേഹത്തോടെ സ്മരിച്ച്
എല്ലാറ്റിനും നന്ദി പറയും. ജീവിതയാത്രയിൽ ഇതുവരെ എനിക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ, കിട്ടിയതിനെല്ലാം, തന്നതിനെല്ലാം ഉള്ളുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കാം. ആരോഗ്യമുള്ള ഒരു ശരീരം ഇപ്പോഴും എന്നോടൊപ്പമുണ്ട്. അംഗവൈകല്യമില്ലാത്ത മഹാരോഗങ്ങളുടെ ഒന്നും ബാധയേൽക്കാതെ ഇപ്പോഴും ഈ ശരീരം ഇതിലെ ഓരോ അവയവങ്ങളെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ശരീരത്തിനോടും ഈ ശരീരം നിർമ്മിച്ച് നൽകിയ മാതാപിതാവിനോടും പ്രകൃതിയുടെ 5 തത്വങ്ങൾ ഇതിനെ തെറ്റിപ്പൊറ്റി ഓരോ ദിവസവും എനിക്ക് ഭക്ഷണം തരുന്ന പ്രകൃതി മാതാവിനോടും പ്രകൃതിപതിയായ ഈശ്വരനോടും നന്ദി പറയാം. കുഞ്ഞുനാൾ മുതൽ ഇതുവരെ ജീവിതയാത്രയിൽ ഓരോ സ്റ്റെപ്പും കയറി മുന്നിലേക്ക് വരാൻ ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു, എന്തെല്ലാം എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞു, പഠിപ്പാകട്ടെ, ജോലിയാകട്ടെ, കുടുംബമാകട്ടെ, ബോധമാകട്ടെ, അനുഭവങ്ങളാകട്ടെ, കഴിവുകളാകട്ടെ, എന്നെ ഞാനാക്കി ഇതുവരെ എത്തിച്ച ഈ യാത്രയിൽ സഹായിച്ച് സർവരെയും നന്ദിയോടെ സ്മരിക്കും. അനേകരെന്നെ ശരീരം കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട്, ധനം കൊണ്ട്, അനേകം കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നവരുണ്ട്. അവരുടെ കഴിവുകളും കലകളും ജോലി ചെയ്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ശമ്പളം തന്ന സർക്കാരാകട്ടെ, പ്രൈവറ്റ് സെക്ടറാകട്ടെ,
എവിടെയെല്ലാം വർക്ക് ചെയ്തോ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരെയും എല്ലാറ്റിനെയും നന്ദിയോടെ സ്മരിക്കും. ഒരു രൂപയെങ്കിലും എവിടെ നിന്നെങ്കിലും ലഭിച്ചുവെങ്കിൽ, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും കിട്ടിയ എല്ലാ സഹായങ്ങളും നന്ദിയോടെ സ്മരിക്കും. എല്ലാറ്റിനുമുപരി വിശ്വനിയന്താവിനോട് എൻ്റെ അനശ്വര മാതാവും പിതാവും ടീച്ചറും ഗുരുവും സദാകാലത്തെ വിനാശി ബന്ധു പരംപിത പരമാത്മാ ഭഗവാനെ വളരെ സ്നേഹത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ അലൗകിക ജീവിതത്തിന് ആധ്യാത്മിക ജ്ഞാനം, ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം, ഈ പുതിയ ജന്മത്തിന് ജീവിച്ചിരിക്കെ കിട്ടിയ ഒരു രണ്ടാം ജന്മം, ഡിവൈൻ ബർത്ത്, ജന്മം നൽകിയ മാതാപിതാവിന്, ഈശ്വരനും ഭഗവാന്റെ കൈകളായി ഈ മഹായജ്ഞത്തിൽ സേവനം ചെയ്യുന്ന എല്ലാ ഈശ്വരീയ സേവാധാരികൾക്കും, ആരെയെല്ലാം നിമിത്തമാക്കിയാണോ ഭഗവാൻ എനിക്ക് ഈ ജന്മവും പാലനയും തന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സത്സംഗം ഉൾപ്പെടെ എനിക്ക് ലഭിച്ച ആത്മീയ പരിപാലനകർത്താക്കൾക്കെല്ലാം എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കും. ഈ സമയത്തിനും കാലത്തിനോടും നന്ദി പറയാം. സ്റ്റുഡൻറ് ലൈഫ് ഈസ് ദ ബെസ്റ്റ് ലൈഫ്. അതിൽ തന്നെ ഇപ്പോൾ ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫാണ്.
എല്ലാറ്റിനും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സർവശക്തിവാന് മുന്നിലിരിക്കാം. ഓം ശാന്തി. ഇന്ന് നമുക്കെല്ലാവർക്കും ഡ്രാമ അനുസരിച്ച് കാണാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും കാണാനും കേൾക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണല്ലോ. ഇന്ന് നമുക്ക് ഈ യങ് ഏജിൽ നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ സ്മരിക്കാനും ഭാഗ്യരേഖയ്ക്ക് എങ്ങനെ നീളം കൂട്ടാം, ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാം. നിങ്ങളെല്ലാവരും കുറച്ച് പേര് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ട്, കുറച്ച് പേര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, കുറച്ച് പേര് വർഷങ്ങളായിട്ട് ഈ ആധ്യാത്മിക യാത്രയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഒരു വെറൈറ്റി ബൊക്കെയാണ് പഴയ കുട്ടികളുടെയും പുതിയവരുടെയും. ഇന്ന് നിങ്ങളോടൊപ്പം സിസ്റ്റർ ഈ സ്പിരിച്വൽ ജേർണിയിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് എന്താണ് അനുഭവം ചെയ്തത് അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. കാരണം നേരത്തെ രോഹിണി സിസ്റ്റർ പറഞ്ഞുവല്ലോ, നിങ്ങളെപ്പോലെ ഈ ഏജിൽ 21 വയസ്സിലെ ഏകദേശം 19-20 വയസ്സിൽ ഈ സ്പിരിച്വൽ മാർഗത്തിൽ വരാൻ കഴിഞ്ഞു. സ്പിരിച്വൽ സ്റ്റഡി ആരംഭിച്ചു. ഈ ജേർണിയിൽ മുഖ്യമായിട്ടും ഇത് നമ്മുടെ സിസ്റ്റർക്ക് മനസ്സിലായത്, അനുഭവമായത്, ഇത് നമ്മുടെ സമഗ്ര ജീവിത വികാസ പദ്ധതിയാണ്. പരമാത്മാ രാജയോഗം എന്ന പേരിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കംപ്ലീറ്റ് മാൻ മേക്കിംഗ് പ്രോസസ്സാണ്. ഇത് ഏതെങ്കിലും ഒരു സ്റ്റഡി മാത്രമാണ്. നമ്മൾ സാധാരണ സ്കൂൾ കോളേജിൽ പോയി പഠിക്കും പോലെ പഠിക്കാനും പരീക്ഷ എഴുതാനും മാർക്ക് വാങ്ങാനും സർട്ടിഫിക്കറ്റ് വാങ്ങാനും ജോലി വാങ്ങാനും ഉള്ള തത്രപ്പാടില്ലായിരുന്നു നമ്മളെല്ലാം. ഇപ്പോൾ ഈ യങ് ഏജിൽ
മോസ്റ്റ്ലി നിങ്ങളെല്ലാവരും എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണ്. ഒന്നുകിൽ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും. ഈ യങ് ഏജിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഒന്ന്, ശാരീരികമായി നമ്മൾ ഫിറ്റായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം എബവ് 40 എന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ച് പതുക്കെ ഡിഗ്രഡേഷനാണ്. ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് മുതൽ ടോട്ടലി കല. ബാബയുടെ ഭാഷയിൽ പറഞ്ഞ്, ബാബ പറയുമ്പോൾ നിങ്ങൾ പുതിയ കുട്ടികൾ, ഇപ്പോൾ കോഴ്സ് കേൾക്കുന്ന കുട്ടികൾ, കാരണം സിസ്റ്റർക്ക് സ്മൂത്തായിട്ട് വരുന്ന വാക്ക് ഭഗവാൻ എന്നതിനേക്കാളും ബാബ എന്നുള്ള വാക്കായിരിക്കും. ബാബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പരമാത്മാവിനെ നമ്മൾ അച്ഛൻ അമ്മ ആ റിലേഷൻഷിപ്പിലാണ് കാണുന്നത്. ബാബ എന്നുള്ളത് ഹിന്ദി വാക്കാണ്, അർത്ഥം അച്ഛൻ എന്നാണ്, ഫാദർ. പരമാത്മാ ഭഗവാൻ എന്ന് പറയുമ്പോൾ ദൂരെ കാണണേ. ഈശ്വരൻ നമ്മുടെ മാതാപിതാവ്. കാരണം നിങ്ങൾ കോഴ്സിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആത്മാവിൻ്റെ അച്ഛനും അമ്മയുമാണ് പരമാത്മാ. അപ്പം ആ പരം ജ്യോതിയാണ് ബാബ എന്ന് പറയുന്നത്. അപ്പം പരമാത്മാ പിത നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഈ രാജയോഗ വിദ്യ, ഇനി 21 ജൂൺ യോഗാ ദിനവും വരെയാണ്, ഒരു യോഗി ജീവിത പദ്ധതിയാണ്. ഇതിൽ ബാബ 4 വിഷയങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഷ്ടാംഗ യോഗത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ 4 സബ്ജക്റ്റിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഈ യൂത്ത് ഏജിൽ നമുക്കെല്ലാവർക്കും എപ്പോഴും മുന്നിൽ ലക്ഷ്യം എന്താണ് അല്ലേ? നല്ല ആരോഗ്യം, നല്ല സമ്പാദ്യം, നല്ല കുടുംബം, നല്ല പേര്, നല്ല പ്രശസ്തി അല്ലേ? ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ടാണ് പരമാത്മാ നമുക്ക് തന്നിരിക്കുന്ന ലക്ഷ്യത്തിൻ്റെ ചിത്രം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലക്ഷ്യത്തിൻ്റെ ചിത്രം ഏതാണ്? ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ്റെ ചിത്രമാണ് അല്ലേ? ട്രാഫിക് കൺട്രോൾ ടൈമാണ്, 7:30 മണിയാണ്. നമുക്ക് 1 മിനിറ്റ് പരമാത്മസ്മൃതിയിലിരിക്കാം. മനസ്സിൽ ആ ചിത്രം കൊണ്ടൊരു ലക്ഷ്യത്തിൻ്റെ ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ്റെ ചിത്രം. സർവശക്തിവാൻ പരമാത്മാ ഈ ചിത്രം മുന്നിൽ വെച്ചാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ പ്രത്യേകതയും സ്മരിക്കും. ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ യൂത്ത് പ്രതിനിധികളാണ് അല്ലേ? സമ്പൂർണ്ണ സന്തോഷമാണ് മുഖത്ത്. ഫിസിക്കലി ഫിറ്റ് ബോഡി നോക്കൂ, ഓവർ വെയ്റ്റ് ഇല്ല, രോഗമില്ല, നിരോഗി ശരീരമാണ്, പെർഫെക്റ്റ് ഹെൽത്ത്, സന്തോഷം പെർഫെക്റ്റ്, സമൃദ്ധി പ്രോസ്പെറിറ്റിയും സമ്പൂർണ്ണം. അവരുടെ ആടയാഭരണങ്ങളെല്ലാം കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം സമ്പന്നമാണ് ജീവിതം. ഫേസ് വിളിച്ചു പറയുന്നത് അവരിലെ സംസ്കാരത്തിൻ്റെ സമ്പത്താണ്, ഡിവൈൻ ക്വാളിറ്റീസ്. ദിവ്യത, വിനയം, ശുദ്ധി, സ്നേഹം, ശാന്തത, സത്യത എല്ലാം ആ മുഖത്ത് കാണപ്പെടുന്നുണ്ട്. പേരും പ്രശസ്തിയും ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ.
കലിയുഗത്തിൻ്റെ അവസാന നാളുകളിൽ പോലും ക്ഷേത്രങ്ങൾ പണിത് വിധിപൂർവം സ്മാരക മന്ദിരങ്ങൾ ഉണ്ടാക്കി ഇന്നും രാജാക്കന്മാരുൾപ്പെടെ പോയി തലകുമ്പിടുന്നു. ഇത്രയും സർവശ്രേഷ്ഠമായ ഒരു ലക്ഷ്യത്തിൻ്റെ ചിത്രമാണ് ബാബ നമുക്ക് മുന്നിൽ വെച്ച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. MBBS കോളേജിൽ പോകുമ്പോൾ ഡോക്ടറുടെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ലോ കോളേജിൽ പഠിക്കുമ്പോൾ വക്കീലാകുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പരംപിത പരമാത്മാ ഭഗവാൻ ടീച്ചറായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ ദേവി ദേവത ചിത്രമാണ് നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത്. ഇതുപോലെ ഡിവൈൻ, ഡിവിനിറ്റി, പ്രോസ്പെരിറ്റി, ഹെൽത്തി, വെൽത്തി, ഹാപ്പി, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും വളരെ ഭാഗ്യശാലികളാണ്. കാരണം ശരീരം എങ്ങായിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം സപ്പോർട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മസ്തിഷ്കം പൂർണ്ണമായിട്ടും ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാം. കാരണം പഠിക്കണമെങ്കിലും പരിവർത്തനം കൊണ്ടുവരണമെങ്കിലും മസ്തിഷ്കത്തിൻ്റെ ശക്തിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓർമ്മിക്കാൻ കഴിയണം, അല്ലെ? വിൽ പവർ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയണം. അപ്പോൾ ഫിസിക്കലിയും ഫിറ്റ് ആയിരിക്കണം നമുക്ക്, അല്ലെ? എങ്ങായതുകൊണ്ട് തന്നെ ഒരു മാനസിക ഊർജമുണ്ട്, ബുദ്ധിയുടെ ഊർജമുണ്ട്, അല്ലേ? ഇതിനെല്ലാം സദുപയോഗം ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണിത്. അതുകൊണ്ട് ഈ മാസം, ജൂൺ മാസം, ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഈ സമയത്തെ ഈ സ്റ്റഡിയിൽ നമ്പർ 1 ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ജഗദംബ സരസ്വതി എന്ന് പറയും. നമ്മൾ യജ്ഞത്തിലും അമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. മമ്മയുടെ സ്മൃതി മാസമാണിത്, ജൂൺ 24. യങ് ഏജിൽ 15 വയസ്സിൽ വന്ന് 17 വയസ്സാകുമ്പോഴേക്കും മുഴുവൻ വിശ്വവിദ്യാലയത്തിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകൻ ബ്രഹ്മബാബ ആ പദവിയിലേക്ക് നിയുക്തമാക്കി. ടെൻഡർ ഏജിൽ 1 വർഷത്തിനുള്ളിൽ അത്രയും ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിലുണ്ടായി. അതിൻ്റെ കാരണം എന്താണ്? ഈ 4 വിഷയം: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. അതുകൊണ്ട് ഇന്ന് സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വിഷയം ജ്ഞാനം, നോളേജ്. നിങ്ങളെല്ലാവരും പുതിയ കുട്ടികളാണെങ്കിലും പഴയ കുട്ടികളാണെങ്കിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഒന്നും കാണാതെ പഠിക്കാനുള്ള കാര്യമല്ല. 1 മണിക്കൂർ സ്റ്റഡി, 1 മണിക്കൂർ സ്റ്റഡി ഡെയിലി 1 hour, വീക്കിലി അല്ല, മന്ത്ലി അല്ല, ഡെയിലി 1 hour സ്പിരിച്വൽ സ്റ്റഡി. എപ്പോൾ? ഏർലി മോർണിംഗ്. ദിവസം ആരംഭിക്കുന്നത് ഈ സ്പിരിച്വൽ സ്റ്റഡിയിലായിരിക്കണം. ഇത് ബുദ്ധിയിൽ അണ്ടർലൈൻ ചെയ്യും. എൻ്റെ ഒരു ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് പോസിറ്റീവ് ഫുഡ് ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കണം. കാരണം ജ്ഞാനം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇപ്പോൾ ഈ മഹാമാരിയുടെ സമയത്ത് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ചൂസ് ചെയ്താൽ കഴിക്കുക, അല്ലേ? ഇമ്മ്യൂണിറ്റി പവറുള്ള ഫുഡ് വേണം, അല്ലേ? രോഗം വരാതിരിക്കണം. ഒരുപക്ഷെ രോഗം വന്നാലും അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റണം, ബോഡി ഡാമേജ് ആകാതിരിക്കണം. അങ്ങനെയുള്ള ആഹാരം ചൂസ് ചെയ്ത് കഴിക്കുക. അതേപോലെ നിങ്ങളെല്ലാവരോടും സിസ്റ്റർക്ക് പറയാനുള്ളത്, ചൂസ് ചെയ്ത് കഴിക്കൂ ഫുഡ്. ഏത് ഫുഡും, ശരീരത്തിൻ്റെ ഫുഡും തീർച്ചയായിട്ടും ചൂസ് ചെയ്യണം. സാത്വിക ഫുഡ് കഴിക്കണം. കഴിയുന്നതും നിങ്ങളെല്ലാവരും 1 വർഷത്തേക്ക്
മിനിമം. സാത്വിക ഫുഡ്. സ്വന്തം കൈകൊണ്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൂ. അച്ഛനും അമ്മയുണ്ടെങ്കിൽ അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾ സ്വയം പോയി ഹെൽപ്പ് ചെയ്യൂ. സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കൂ. സ്നേഹത്തോടെ ഉണ്ടാക്കൂ. പരമാത്മസ്മൃതിയിൽ ഉണ്ടാക്കൂ. സാത്വിക ആഹാരം ഉണ്ടാക്കൂ. എനർജി തരുന്ന ഫുഡ്. ടേസ്റ്റിനുള്ള ഫുഡ് നോക്കണ്ട, എൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡ് നോക്കണ്ട. എനർജി ഫുഡ് ഏതാണ്? ഈ ഭൂമിയിൽ സൗരോർജം സ്വീകരിച്ച് മണ്ണിൻ്റെ മേലെ വിളയുന്ന സാധനങ്ങളാണ് ഏറ്റവും നമുക്ക് എനർജി തരുന്നത്. അത് സസ്യാഹാരങ്ങളാണെന്ന് നമുക്കറിയാം അല്ലേ? സാത്വിക ഫുഡ് കഴിക്കും. എത്ര ശരീരം കൊണ്ട് വർക്ക് ചെയ്യുന്നു അത്രേ ഭക്ഷണം കഴിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം എനർജിയായിട്ട് മാറണം. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആണ്. നമ്മൾ അധികം ശരീരം കൊണ്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം എനർജിക്കുള്ളത് വേണം കഴിക്കാൻ. ഇല്ലെങ്കിൽ ഫാറ്റി ബോഡി ആയാൽ ഈ ഒരു ഏജാണ് എല്ലാ രോഗങ്ങളെയും നമ്മൾ വിളിച്ചു വരുത്തുന്നത്. ഒരു ശരീരത്തിന് സാത്വിക ഭക്ഷണം, ശരിയായ വിശ്രമം, എക്സർസൈസ്, ഇത് തീർച്ചയായിട്ടും വേണം. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. കാരണം ആഫ്റ്റർ 40 വയസ്സിന് ശേഷം ഒരിക്കലും ശരീരം നമ്മൾ പറയുന്നത് കേൾക്കില്ല. അത് പറയുന്നതിനനുസരിച്ച് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഒന്നിൽ ശരീരം കൊണ്ട് നല്ല അധ്വാനമുള്ളവരായിരിക്കണം. പക്ഷെ ശാരീരിക അധ്വാനം പൊതുവെ കുറവാണ്. കൃഷിപ്പണി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് മാത്രമേ കുറച്ച് ഫിസിക്കൽ അധ്വാനമുള്ളൂ. ബാക്കി എല്ലാവരും നോക്കിയാൽ നമുക്ക് ഇപ്പോൾ വെള്ളം കോരണ്ട, വിറക് വെട്ടണ്ട, എല്ലാ കായിക അധ്വാനവും കുറഞ്ഞു. അതുകൊണ്ട് കായിക അധ്വാനം കുറവുള്ളവർ തീർച്ചയായും രാവിലെ കുറച്ച് സമയം എക്സർസൈസ് 15 മിനിറ്റ് നിന്ന് തുടങ്ങും. 15 മിനിറ്റ്. സിസ്റ്റർ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കാരണം എനിക്കും ശരീരത്തിന് വയസ്സ് ഇപ്പോൾ 40 ആണല്ലോ. അപ്പോൾ കൂടുതൽ സമയവും സെൻറ്ററിൽ ക്ലാസ്, റെക്കോർഡിങ്, ഇരുന്നുള്ള ജോലികളാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിൽ പുറത്തേക്കുള്ള യാത്രകളും പ്രോഗ്രാംസും കുറവാണ്. അതുകൊണ്ട് ഇത്രയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സിസ്റ്റർ. ഡെയിലി 15 മിനിറ്റ്സ് എങ്കിലും രാവിലെ എക്സസൈസ് ചെയ്തിട്ട് രാവിലെ മുരളി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ടാ തുടങ്ങുക. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇവിടെ സെൻറ്ററിൽ മുറ്റം എത്ര സമയം പറ്റുമോ അത്രയും സമയം മുറ്റം അടിക്കാൻ. കാരണം ഇവിടെ 5 സെൻറ്റോളം സ്ഥലം മുറ്റമാണ്. 5 സെൻറ്റ് സ്ഥലം. ആ മുറ്റം മുഴുവൻ അടിച്ചു വരുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന എക്സസൈസ്, അതിൻ്റെ സുഖം സ്വയം ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയും ബാക്കി എല്ലാവരോടും, മുറ്റടിക്കുന്ന സേവനം സിസ്റ്റർക്കാണ്. ഒന്നതൊരു ഈശ്വരീയ സേവനമാണ്, സുഖം നൽകുന്ന ഒരു കർമ്മമാണ്. രണ്ടാമത് അതെനിക്കൊരു എക്സർസൈസാണ്. അത് ഞാൻ സന്തോഷത്തോടെ, ഏത് എക്സസൈസും സന്തോഷത്തോടെ ചെയ്യണം. അതേപോലെ ഏത് കർമ്മവും സന്തോഷത്തോടെ ചെയ്യാം. അതാണ് ഏറ്റവും വലിയ എനർജി. യങ്സ്റ്റേഴ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണർവിലും ഉത്സാഹത്തിലിരിക്കാനാണല്ലോ ഇഷ്ടം. പക്ഷെ പൊതുവെ ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്ന ഒരു ഡ്രോബാക്ക്, ഒരു പക്ഷെ നിങ്ങളിലത് ഉണ്ടാവില്ലായിരിക്കാം. ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് അനുഗ്രഹീതര്. ഇപ്പോൾ പൊതുവെ നോക്കുമ്പോൾ സിസ്റ്റർ ഒബ്സർവ് ചെയ്യാറുണ്ട്, പ്രായമായവർക്ക് യങ്സ്റ്റേഴ്സിൻ്റെ എനർജിയാണിപ്പോൾ. യങ്സ്റ്റേഴ്സ് വൃദ്ധരെ പോലെ ആയിക്കൊണ്ടിരിക്കുക. വിഷാദം, മൂഡ് ഓഫ്, ഒന്നും ചെയ്യാതിരിക്കുക, വിഡ്രോ ആയിക്കൊണ്ടിരിക്കുക. ശരീരം കൊണ്ടെങ്ങ്, പക്ഷെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വൃദ്ധരായിക്കൊണ്ടിരിക്കുക. കാലത്തിൻ്റെ ഒരു പോക്കെ. എന്തുകൊണ്ട് നമുക്ക് ശരീരം കൊണ്ട് ഏജ്, എന്തുകൊണ്ട് നമുക്ക് പ്രവൃത്തികളിൽ നമ്മൾ വൃദ്ധരായി പോണു? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, എവിടെയോ നമുക്ക് വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്, ജരാനര ബാധിച്ചിട്ടുണ്ട്. എവിടെയാ ജരയും നരയും? നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമാണ് ജരയും നരയും ബാധിച്ചിരിക്കുന്നത്. മനസ്സിനും ബുദ്ധിക്കും. എന്തുകൊണ്ട് ഇവിടെ ജരാനര ബാധിച്ചു? അതിലൊരു പ്രധാന കാരണം നമ്മുടെ ഫുഡാണ്. ഏത് ഫുഡ്? 2 ഫുഡും. ഒന്ന് ശരീരത്തിന് കൊടുക്കുന്ന ഫുഡ്, രണ്ടാമത്തത് മനസ്സിന് കൊടുക്കുന്ന ഫുഡ്.
ഇന്ന് സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ള ചൂസ് ചെയ്ത് കഴിക്കൂ. ശരീരത്തിൻ്റെ ഭക്ഷണം പോലെ മനസ്സിന് കൊടുക്കുന്ന ഫുഡ് ചൂസ് ചെയ്യൂ. കിട്ടുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ, അത് ഫാറ്റിയൊക്കെ ഇവിടെ. ആ ഫാറ്റാണ് മനസ്സിനും ബുദ്ധിക്കും ബാധിച്ചിരിക്കുന്ന ജരയും നരയും. ഫാറ്റിയായിപ്പോയി ഇവിടെ. ആ മന്ദിപ്പാണ്, ആ മന്ദതയാണ് നമ്മളെ ഇനാക്റ്റീവാക്കി മാറ്റിയിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. സന്തോഷമില്ല, മൂഡ് ഓഫാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ആരാ പറയണേ? 90 വയസ്സ് കഴിഞ്ഞവരല്ല, യൂത്ത്. നമുക്ക് നാണമില്ലേ പിന്നെ പറയാൻ ഞാൻ യൂത്താണെന്ന്? യൂത്ത് അർത്ഥം എങ്ങനെയായിരിക്കണം? എനർജറ്റിക്. അങ്ങനെയല്ലേ പറയാ? ഉണർവ്, ഉത്സാഹം. ഉണർവ്, ഉത്സാഹമാണ് നമ്മുടെ ചിറക്. അതുണ്ടെങ്കിലേ യൂത്ത് എന്ന് പറയുള്ളൂ. അതില്ലെങ്കിൽ വൃദ്ധരാണ് നമ്മൾ. ശാരീരികമായി വൃദ്ധരാണെങ്കിലും മനസ്സുകൊണ്ട് യൂത്ത്. ഇപ്പൊ ഈ ക്ലാസ്സിൽ ധാരാളം പേര് ശരീരം കൊണ്ട് പ്രായമുള്ളവരുണ്ട്. എന്താ കാരണം? അവരുടെ മനസ്സ് യങ്സ്റ്റേഴ്സ്. എനിക്ക് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് യൂത്തിൻ്റെ ക്ലാസ്സാണെന്ന് അറിഞ്ഞിട്ട് അവരെന്തുകൊണ്ടാണ് വന്നേ? അവരുടെ മനസ്സിന് യൂത്ത് അവസ്ഥയാണ്. അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് സിസ്റ്റർ ഇവിടെ ധാരാളം പേരിൽ കണ്ടിട്ടുണ്ട്. ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സ്റ്റാർട്ടിങ് 36 ആരംഭിച്ചപ്പോൾ ഇതിലെ സ്ഥാപനയുടെ കാര്യത്തിൽ നിമിത്തമായത് ബ്രഹ്മബാബ. അദ്ദേഹത്തിന് 60 വയസ്സായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം ഈ യജ്ഞസ്ഥാപനയിൽ ജോയിൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി, മക്കള്, മരുമക്കള് എല്ലാവരും 15, 20, 21, 22, 23, 25 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ്. അതിൽ 9 വയസ്സ് മുതലുള്ള കുട്ടികളുണ്ടായിരുന്നു. ചെറിയ കുട്ടികളും യങ്സ്റ്റേഴ്സിൻ്റെയും ഗ്രൂപ്പാണ് ഇത്രയും വലിയ, ഇന്ന് മുഴുവൻ വിശ്വത്തിൽ 140ഓളം രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾ നോക്കിയാൽ സാധാരണ എല്ലാ ഓർഗനൈസേഷനും ഒരു യൂത്ത് വിങ് ഉണ്ടാവും. പക്ഷെ ഇവിടെ സിസ്റ്റർ കണ്ട പ്രത്യേകത, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഇവിടുത്തെ സജീവ പ്രവർത്തകരെന്ന് പറയുന്നതേ യൂത്ത് വിങ് ആണ്. നിങ്ങൾ എല്ലാ സിസ്റ്റേഴ്സിനെ നോക്കിക്കോളൂ. വിശ്വം മുഴുവനുള്ള എല്ലാ ബ്രഹ്മകുമാരീസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ യൂട്യൂബിലെ പ്രോഗ്രാംസൊക്കെ. മെജോറിറ്റി ആരാണ്? യങ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സാണ്. കാണുന്നില്ലേ? ഇപ്പോൾ ഏജിലിരിക്കുന്ന ഞങ്ങളുടെ പൂർവികര് ആരെല്ലാം ഏജ് ആയിട്ടുണ്ടോ അവരെല്ലാം വന്നത് 15 വയസ്സും 20 വയസ്സിലുമാണ്. യങ് ലൈഫിൽ അവരവരുടെ ജേർണി ആരംഭിച്ചു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം 104 വയസ്സിലാണ് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ശരീരം വെടിഞ്ഞത്. ജാനകി ദാദി 104 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 104 വയസ്സിൽ നമ്മളിൽ ആരിലും ഇല്ലാത്തത്ര എനർജി ആയിരുന്നു. 104 വയസ്സിൽ ശരീരം വിടുന്നത് വരയ്ക്ക്. നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയ ദാദി ജാനകി എന്ന് അടിച്ചു നോക്കിയ ഈ ക്ലാസ്സിന് ശേഷം കാണാം. ദാദി ജാനകി എന്ന് അടിച്ചു നോക്കൂ. 104 വയസ്സുള്ള ഏറ്റവും യങ് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ കാണാം. എന്തുകൊണ്ട്? ഈ 4 വിഷയങ്ങളിലൂടെയുള്ള യാത്ര: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. സിസ്റ്റർ പറഞ്ഞു വരുന്നത് ഫുഡ് എപ്പോഴും ചൂസ് ചെയ്യണം. ഈ ഫുഡും അതിലേറ്റവും പ്രധാനം. ഇവിടേക്ക് വരുന്ന ഫുഡ് ഏതാണ്? മനസ്സിലേക്ക് പോണത്, കേൾക്കുന്നത്, കാണുന്നത് അല്ലേ, വായിക്കുന്നത്, പഠിക്കുന്നത്. ഇതെല്ലാം ആഹാരമാണ്. ആഹരിക്കുക എന്നാണ് പറയുക. സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് ആഹാരം. കണ്ണിലൂടെ സ്വീകരിക്കുന്നുണ്ട്, കഴിക്കുന്നത് മാത്രമല്ല ആഹാരം. കണ്ണിലൂടെയും കഴിക്കുന്നുണ്ട്, കാതിലൂടെയും കഴിക്കുന്നുണ്ട് അല്ലേ. സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ആഹരിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ ചൂസ് ചെയ്യൂ. ഈ എടുക്കുന്നതെല്ലാം ഇവിടെ പോയിട്ട് വർക്ക് ചെയ്യും. അത് ഓർമ്മ വേണം. ഇവിടെ ഡെപ്പോസിറ്റ് ആവും. ഇവിടെ അത് ഫാറ്റ് ആകരുത്, കൊഴുപ്പാകരുത്.
അതുകൊണ്ട് എന്ത് ചെയ്യരുത്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനവും എടുത്തിവിടെ, ഭക്ഷണം തന്നെ നോക്കൂ, നമ്മൾ അളവിനെ കഴിക്കുള്ളൂ. ആണോ അല്ലയോ? വയറ് നിറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇത്രയും കൂടെ കഴിക്കുമെന്ന് അമ്മ നിർബന്ധിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇല്ല അമ്മ, മതി മതി, വയറ് നിറഞ്ഞു അമ്മ, ഇനി വേണ്ട, ഞാൻ വേണമെങ്കിൽ നാളെ കഴിക്കാം. കാരണം ഇതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഇവിടെയും കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ഓവർലോഡാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. രാവിലെ മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നീക്കുന്ന ഫോണും കമ്പ്യൂട്ടറും, ഇപ്പോൾ പേപ്പറിൽ നോക്കാൻ പോകണ്ട, ടി വി നോക്കാൻ പോകണ്ട, പേപ്പറും ടി വിയും എല്ലാം കൂടി ചേർന്ന് ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ. രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ നമ്മൾ എത്ര സമയം അത് നീക്കുന്നുണ്ട്, അതിൽ നിന്ന് എന്തെല്ലാം എടുക്കുന്നുണ്ട്, എത്ര എടുക്കുന്നുണ്ട്, അതിലെന്തെനിക്ക് വേണ്ടത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കോമഡി ഷോ കാണുന്നുണ്ട്, എത്ര സീരിയൽ, എത്ര സിനിമ, എത്ര കുക്കറി ഷോ പോലെയാണെങ്കിൽ. സിസ്റ്റർ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ദാദിജി എപ്പോഴും പറയുമായിരുന്നു, ഒരിക്കൽ ഒരു സിസ്റ്റർ, നമ്മുടെ ഒരു സീനിയർ ദീദി, ഒരു സ്ഥലത്ത് പോയി ഒരു ആഹാരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അടുക്കളയിൽ പോയി ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അത് കേട്ടുകൊണ്ട് ദാദി വരികയാണ്. ദാദി ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചോദിക്കണേ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നീ ചോദിക്കുന്നുവെങ്കിൽ ഇത് കേട്ടതിന് ശേഷം നീ പോയിട്ടത് ഉണ്ടാക്കണം. ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ചോദിക്കാവൂ, അല്ലെങ്കിൽ നിന്റെ സമയം വേസ്റ്റ്, പറയുന്നവരുടെ ടൈമും വേസ്റ്റ്. നീ ചെയ്യില്ലല്ലോ, പോയിട്ട് ചെയ്യില്ലെങ്കിൽ കേൾക്കരുത്, ചോദിക്കരുത്. കാരണം ഈ ഇൻഫർമേഷൻ കൊണ്ട് നിനക്ക് യൂസില്ല, പറയുന്നത് കൊണ്ട് അവർക്കും യൂസില്ല. ടൈം വേസ്റ്റാണ്, രണ്ടുപേരുടെ എനർജി വേസ്റ്റാണ്. ഇത്ര ഇൻഫർമേഷൻ ഇവിടെ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളും ആലോചിക്കുക, രാവിലെ മുതൽ ഇവിടേക്ക് എന്തൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്, അതിലെത്ര എനിക്ക് വേണം. ഒരു കുക്കറി ഷോ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുമെന്നിരിക്കട്ടെ, നമ്മൾ നീക്കിയപ്പോൾ കുറേ ആഹാരം ഉണ്ടാക്കുന്നതിൻ്റെ കണ്ടു, വെറുതെ നമ്മൾ, അല്ലെങ്കിൽ കൃഷിയുടെ കണ്ടു, എന്തായിക്കോട്ടെ, സബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ, ഞാനത് ചെയ്യുകയാണെങ്കിലേ ഞാനത് കാണണ്ടു, ഇല്ലെങ്കിൽ ഞാൻ എന്തിനു കാണണം? എന്തിനു കാണണം? അത്രയും ടൈം, എനർജി വേസ്റ്റ്, അത്രയും ഇൻഫർമേഷൻസ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഓർമ്മ വരിക? വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൂടി ഈ അലമാരയെ കൊണ്ടുപോയി ഇടുക. അതുകൊണ്ട് ഭക്ഷണം ചൂസ് ചെയ്യും. രാവിലെ മുതൽ ഞാൻ എന്ത് കാണണം, എന്ത് കാണണ്ട. പിന്നെ അയ്യോ എനിക്ക് ടെൻഷൻ, എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഓവർ തിങ്കിങ്. എവിടുന്ന തിങ്കിങ് വരുന്നേ? ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണ്ടേ? ദഹിക്കാവുന്നതേ കഴിക്കാവൂ, ദഹിക്കാവുന്ന അത്രേ കഴിപ്പിക്കാവൂ. ഇല്ലെങ്കിൽ ഇവിടെ കിടന്നത് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെയല്ലേ, ദഹിക്കാത്ത ഫുഡ് കഴിച്ചാൽ എത്ര അസ്വസ്ഥത. ഒന്നേ അത് ഛർദിച്ച് അല്ലേ, അത് ഛർദിയായിട്ടോ അല്ലെങ്കിൽ അതിസാരമായിട്ടോ നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നത് വരെ നമുക്ക് എത്ര ഇറിറ്റേഷനാ. അതേപോലെ ഇവിടെ ഉണ്ടാവും. അതാണ് ഓവർ തിങ്കിങ്. അത് ചിന്തയിൽ കൺട്രോളില്ല. ചിന്തയിൽ കൺട്രോൾ എങ്ങനെ വരണേ? കഴിക്കുന്ന ഫുഡിൽ ആദ്യം കൺട്രോൾ വരണം, ഇല്ലെങ്കിൽ ഇവിടെ രോഗം ബാധിക്കുകയാണ്. നമ്മൾ നമ്മളെ രോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ യങ്സ്റ്റേഴ്സാണ്, ചൂസ് ചെയ്യാം. നമുക്ക് കപ്പാസിറ്റി ഉണ്ട്, ബോധമുണ്ട്. ഡെയിലി എന്നാ ചോദിക്കും, എന്തെടുക്കണം, എന്തെടുക്കാൻ പാടില്ല, അതിനും ഒരു ബോധം വേണം. ചൂസ് ചെയ്യാനും കപ്പാസിറ്റി വേണം, ശക്തി വേണം. ഡെയിലി സിസ്റ്റർക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, ഡെയിലി ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ 1 മണിക്കൂർ സ്പിരിച്വൽ സ്റ്റഡിയിൽ സ്റ്റാർട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ സ്പിരിച്വൽ സ്റ്റഡി ദിവസവും. എന്തായാലും നിങ്ങളെല്ലാം ഭാഗ്യശാലികളാണ്. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പരമാത്മ ടീച്ചറായി ഡെയിലി പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. എന്താ പഠിപ്പിക്കണേ? പഠിപ്പേ ഇതാണ്. എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എങ്ങനെ പെരുമാറണം, ആരുടെ കൂടെ കൂട്ടുകൂടണം, എങ്ങനെ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യണം, കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, ജോലിസ്ഥലത്ത് എങ്ങനെ ജോലി ചെയ്യണം, A to Z നമുക്ക് ജീവിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഡെയിലി പഠിപ്പിൽ തരുന്നത്. ഡെയിലി പഠിക്കൂ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഡെയിലി 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ. പിന്നെന്ത് ചെയ്യണം?
ഡൈജസ്റ്റ് ചെയ്യണം. കേട്ടതിനെ ഡൈജസ്റ്റ് ചെയ്യുക. ഡൈജസ്റ്റ് ചെയ്യുക അർത്ഥം എന്താണ്? നമ്മളോട് പറയില്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ വായിൽ തന്നെ വെച്ച് ചവച്ചരയ്ക്കണം എന്ന് പറയും. ബാക്കി മാത്രമേ അകത്ത് പോയിട്ട് പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണോ കേൾക്കണേ, ഫസ്റ്റ് വേണ്ടത് നമുക്ക് കയ്യിൽ എപ്പോഴും ഡയറിയും പെന്നും ഉണ്ടായിരിക്കണം. ഈ സ്പിരിച്വൽ സ്റ്റഡിയിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എവിടെയാണെങ്കിലും, ക്ലാസ് കേൾക്കുകയാണെങ്കിലും ജോലി സ്ഥലത്ത് എപ്പോഴും പെന്നും ഡയറി ഇല്ലാതിരിക്കാനേ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഓഫീസിലാണെങ്കിലും നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ ഒരു തവണയെ ചോദിക്കാവൂ. നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്താണെങ്കിലും ഒരേ കാര്യം പോയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കരുത്. ഒരു തവണ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ നോട്ട് ചെയ്തോളണം. ഇവിടെ മാത്രം നോട്ട് പോരാ, കാരണം ഇവിടെ ഇപ്പം പലതും ഓർമ്മയിലിരിക്കുന്നില്ല. അച്ഛൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഗൂഗിളിൽ തന്നെ ഒരു സാധനം സെർച്ച് ചെയ്തു, ഒരു തവണ സെർച്ച് ചെയ്തു, വീണ്ടും എന്തിനാണ് സെർച്ച് ചെയ്യാൻ? ടൈം വേസ്റ്റ് ചെയ്യണേ. നോട്ട് ചെയ്യൂ, എഴുതി വെക്കൂ. ഡയറിയും പെന്നും ഇല്ലാതെ ഒരു ലൈഫ് ഇല്ല നമുക്ക്. എല്ലാം ഇവിടെ വെക്കാൻ പറ്റില്ല, മസ്തകത്തിലെല്ലാം സ്റ്റോർ ആവില്ല. അതുകൊണ്ട് കുറച്ച് പുസ്തകം യൂസ് ചെയ്ത് പഠിക്കും. വീണ്ടും വീണ്ടും നമ്മൾ ഒരു അച്ഛൻ്റെ അടുത്താണെങ്കിൽ, നമ്മൾ വീട്ടിൽ തന്നെ നോക്കും. നമ്മളൊരു കൃഷി ചെയ്യുന്ന കുടുംബത്തിലാണെങ്കിൽ അമ്മ അച്ഛൻ്റെ അടുത്ത് വീണ്ടും പോയിട്ട് ഇന്ന് പാടത്തിൽ എത്ര അളവ് ഇടേണ്ട, എത്രയാണ് ഈ വളമിടേണ്ടത്, ഒരു തവണ പറഞ്ഞു തന്നാൽ എത്ര വളമിടണം, എത്ര വിത്തെറിയണം, ഒരു തവണ പറഞ്ഞു തന്നാൽ രണ്ടാമത് നമ്മൾ സ്വയം ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. വീണ്ടും ഒരു അഡ്രസ്സ് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും അഡ്രസ്സ് ചോദിക്കേണ്ടി വരരുത്. ആ കൃഷിഭവൻ എവിടെയാ, അവിടെ പോയി ആരെയെ കാണേണ്ടേ, നോട്ട് ചെയ്യൂ. ഒരു തവണ ചോദിക്കുമ്പോൾ എന്തിനാ രണ്ടാമത് അവരെടുത്ത് പോയി ചോദിക്കണേ? എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യണേ? നോട്ട്, സ്വന്തം നോട്ട് വെച്ചിട്ട് സ്വയം മുന്നേ. അപ്പോഴാണ് അച്ഛനായാലും അമ്മയായാലും ഓഫീസിലുള്ളവർക്കായാലും നമ്മളെ പ്രതി ഒരു മതിപ്പുണ്ടാവും. ഒരു തവണ പറഞ്ഞു കൊടുത്തു, രണ്ടാമത് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യും. ഇപ്പം ആ ടൈമാണ്, യങ്സ്റ്റേഴ്സാണ്. നമ്മുടെ പിന്നാലെ ഒരാളെ തള്ളേണ്ടി വരരുത്, തള്ളുവണ്ടി ഉന്തുവണ്ടി ആവരുത്. നമ്മുടെ ഭാരം ഇനി അവരെ കൊണ്ട് വലിപ്പിക്കരുത്, ആരെ കൊണ്ടും. മൂഡ് ഓഫ് ആയിരിക്കുക, പിന്നെ നമ്മുടെ മൂഡ് ശരിയാക്കാൻ വരിക. ബാബ നമ്മളെ പഠിപ്പിക്കുന്നത് സെൽഫ് മോട്ടിവേഷനാണ്. ഡെയിലി മുരളി കേൾക്കുമ്പോൾ നമുക്ക് മുരളി ക്ലാസ് 1 മണിക്കൂർ പരമാത്മ നൽകുന്ന ഈ സ്റ്റഡി, ഇത് ലഹരി മരുന്നാണ്. നിങ്ങൾക്ക് ഒരു ലഹരി വസ്തുക്കളുടെ ആവശ്യം ഇനി വേണ്ടി വരില്ല. എന്തിനാണോ നിങ്ങൾ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നത്, ആരെങ്കിലും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് ഏത് വസ്തുവാണെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ശീലം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ സ്വാഹ ചെയ്തേക്കൂ. എന്നിട്ട് നിങ്ങൾ ഡെയിലി ഈ സ്പിരിച്വൽ സ്റ്റഡി ചെയ്ത് നോക്കൂ. ആ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ ഡാമേജ് ചെയ്യുക. അല്പസമയത്ത് ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റായി. മൗണ്ട് അബൂന്ന് ഇങ്ങോട്ട് വരികയാണ്. മൗണ്ട് അബൂലാണ് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം അതിൽ ഒരു സഹോദരൻ, നിങ്ങളെപ്പോലെ ഒരേ ഏജുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ യാത്രയിലുണ്ട്. ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഭായി വണ്ടി ഇടയ്ക്ക് 6 മണിക്കൂർ ലേറ്റായി. അപ്പോൾ ഭായി ഇത്രയും സിഗരറ്റ് പുകച്ച് തള്ളന്നെ വാതിൽ, ഞങ്ങൾ സിസ്റ്റേഴ്സ് ഇപ്പുറത്തിരിക്കുന്നതുകൊണ്ട് ആ കുട്ടി വാതിലിൻ്റെ അടുത്ത് പോയിട്ടാണ് ആ സഹോദരൻ സിഗരറ്റ് വലിച്ചോണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരെണ്ണം കഴിയും വീണ്ടും എടുക്കുക. എന്താ ഭായി, എത്ര സിഗരറ്റാണ് ഇപ്പോൾ ഉപയോഗിച്ച് തീർത്ത? ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തമാശ പോലെ ചോദിച്ചു. എന്താ ചെയ്യുക സിസ്റ്ററെ, ആകെ ടെൻഷൻ. വണ്ടി 6 മണിക്കൂർ ലേറ്റ് എന്ന് കേട്ടപ്പോൾ എൻ്റെ ടെൻഷൻ കൂടെ. എനിക്ക് അവിടെ പോയിട്ട് സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല, എല്ലാം ലേറ്റ് ആവും, വിചാരിച്ച പല കാര്യങ്ങൾ. അപ്പോൾ ഈ സിഗരറ്റ് വലിച്ചതുകൊണ്ട് ഭായിയുടെ ടെൻഷൻ മാറുകയോ, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ 6 മണിക്കൂർ ലേറ്റ് മാറിയിട്ട് എന്തെങ്കിലും ചേഞ്ച് അതിൽ നിന്നൊന്നും ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എനിക്കൊരു സമാധാനത്തിന്, ഒരു സുഖത്തിന്. ടെൻഷൻ മാറാൻ എന്താ ചെയ്യണം? ടെൻഷൻ മാറാൻ സിഗരറ്റ് വലിച്ച് ശരീരത്തെ കത്തിക്കുക, ശ്വാസകോശം പുകയ്ക്കുക, എരിച്ചെരിച്ച് കളയുക. അറിയുന്നില്ലല്ലോ നമ്മൾ. പേരെന്താ പറയണ കാരണം? ടെൻഷൻ മാറാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ പല റോങ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഉള്ളിലുണ്ട്.
നിങ്ങൾ ഈ സ്പിരിച്വൽ സ്റ്റഡിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ക്ലാസ് അതാണ് നമ്മുടെ എനർജി ഫുഡ്. ഡെയിലി കേൾക്കുന്ന ഈ ജ്ഞാനം, കാരണം ഈ ജ്ഞാനം അമൃതാണ്. ആരത് തരുന്നതെന്നറിയോ? ഈ 7 ദിവസത്തെ ബേസിക് കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് സ്വയം പരമാത്മാ പിതാവിൽ നിന്ന് വരുന്ന ജ്ഞാനാമൃതമാണ്. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന സമ്പൂർണ്ണ ഊർജം, ഫുഡാണ്, ലഹരിയാണ്, അമൃതാണ്. ഒരു ദിവസം പോലും ഈ സ്റ്റഡി മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ച് നോക്കൂ, താനേ ബാക്കി എല്ലാ ലഹരി മരുന്നും വിട്ടോളും. കാരണം 100 കണക്കിന് 1000 കണക്കിന് പേരുടെ അനുഭവം സിസ്റ്ററുടെ കൺമുന്നിലുണ്ട്. നിങ്ങളെപ്പോലുള്ള യങ് ഏജുകാരും ഒരു ഭായി ഒരിക്കൽ അനുഭവം പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ ഞാൻ ആ ഭായിക്ക് ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് ക്ലാസ് കേൾക്കാൻ വന്നത്. ക്ലാസ് കേട്ട് 3-ാമത്തെ ദിവസം ജീവിതത്തിൽ സാധാരണ പറയില്ല, മുഴുക്കുടി എന്ന് പറയില്ല, നമ്മൾ പറയും വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ സിസ്റ്ററെ കള്ള് ഷാപ്പിൽ നിന്ന് പിന്നെ ഞാൻ തലകീഴായി ഇത്രയും കുടിക്കും, അവിടെ തന്നെ കിടക്കും. മദ്യഷാപ്പ് അടയ്ക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് എന്നെ വലിച്ച് പുറത്തിടാൻ. ഒരിക്കൽ പോലും എൻ്റെ വണ്ടി നേരെ വീട്ടിലെത്തിയിട്ടില്ല. മിക്ക ദിവസവും ചാലിലായിരിക്കും, ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വഴിയിൽ മറിയും. അത്രത്തോളം വർഷങ്ങളോളം അങ്ങനെ ഈ അനുഭവങ്ങൾ പറയുന്നവർ 100 കണക്കിനാ 1000 കണക്കിനാ. എല്ലാ ദുശീലങ്ങളും നമ്മളെ വിട്ടുപോകും. 3-ാമത്തെ ദിവസം ക്ലാസ് കേട്ടിട്ട് ആ ഭായി ഹൃദയം തുറന്നു പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വൈകിട്ട് കള്ളു കുടിക്കാൻ പോകാൻ തോന്നിയില്ല. സ്വമേധയാ എടുത്ത തീരുമാനം, ഉള്ളിൽ നിന്ന് വന്ന ഡിസിഷനാ, ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉണ്ടാ ഭയ. ഇതുപോലെ 100 കണക്കിന് 1000 കണക്കിന് ബ്രദേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭക്ഷണം ഡെയിലി കഴിക്കൂ, ഡൈജസ്റ്റ് ചെയ്യൂ. എന്താ ഡൈജസ്റ്റ് ചെയ്യുക അർത്ഥം? കേൾക്കുന്ന കാര്യം ആദ്യം നോട്ട് ചെയ്യൂ, എഴുതൂ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അബ്സോർബ് ചെയ്യൂ. ഉള്ളിലപ്പം തന്നെ കേൾക്കുമ്പോൾ എന്നോട് ഈശ്വരൻ സംസാരിക്കുകയാണ്, അങ്ങനെ കേൾക്കൂ. എനിക്കായിട്ട്, വേറെ ആർക്കും വേണ്ടി കേൾക്കുമ്പോൾ അർജുനായിട്ടിരുന്ന് കേൾക്കൂ. അതാണ് ഗീതാജ്ഞാനത്തിൽ അർജുൻ്റെയും ഭഗവാന്റെയും ചിത്രം കാണിച്ചിരിക്കുന്നത്. ഞാനാണ് അർജുനൻ, പരമാത്മ എന്നോട് സംസാരിക്കുകയാണ്. അപ്പം എന്താകും? ആ കേൾക്കുന്ന ജ്ഞാനം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. സിസ്റ്ററുടെ ഒരു അനുഭവം പറയട്ടെ. പരമാത്മാവിൻ്റെ സ്റ്റഡി മുരളി എന്നാണ് നമ്മളിവിടെ പറയുക. ഞാൻ മുരളി. ഈശ്വരൻ്റെ മഹാവാക്യം കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ സിസ്റ്റർക്ക് ഫീൽ ചെയ്യാറുള്ളത്, ഇവിടെ അനേകം വാതിലുകൾ ഇങ്ങനെ തുറന്ന് വരുന്നത് ഫീൽ ചെയ്യാറുണ്ട്. ഉള്ളറകൾ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ വെളിച്ചം, 1000 കണക്കിന് വോൾട്ടിൻ്റെ ബൾബുകൾ കത്തിച്ചിട്ട് കിട്ടുന്ന പ്രകാശം എന്താ? അത്രത്തോളം അകത്തേക്ക് പ്രകാശം ഫീൽ ചെയ്യും. സ്പഷ്ടത, വ്യക്തത. എനിക്കെന്നെ 4 വശത്തുനിന്നും എനിക്ക് ലൈറ്റ് അടിച്ചു തരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നെ എനിക്ക് കാണിച്ചു തരിക 4 വശത്തുനിന്ന്. ഓരോ ദിവസവും കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കുറവുകൾ, എൻ്റെ പ്ലസ്സും എൻ്റെ മൈനസും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓരോ ദിവസവും ഡെയിലി 25 വർഷമായിട്ട് പഠിക്കണു പറഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റുഡൻ്റാണ്. ഡെയിലി അന്നന്നത്തെ ക്ലാസ് കേൾക്കുമ്പോൾ തോന്നും, ഇനി എനിക്ക് എത്ര ദൂരം യാത്ര ചെയ്യാനുണ്ട്. എത്ര ദൂരം യാത്ര ചെയ്ത് വന്നു, അതൊരു ചെറിയ പെർസെൻറ്റേജേ ആയിട്ടുള്ളൂ. ചെറിയ പെർസെൻറ്റേജ്. ഇനി എനിക്ക് യാത്ര ചെയ്യാൻ വളരെ ദൂരമുണ്ട്. അത്രത്തോളം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടും. പിന്നെ ഫുൾ ഡേ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ. ഒരാൾക്ക് വന്ന് നമ്മൾ എന്താ സിസ്റ്റർ ഇന്ന് മൂഡ് ഓഫ് ആണോ, നമുക്ക് നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാൻ ഒരാളുടെ ഹെൽപ്പ് ഒരിക്കലും വേണ്ടി വരില്ല. ഇത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഡെയിലി കേട്ട് നോക്കൂ. ശ്രവണം, പിന്നെ മനനം. കേട്ട പോയിന്റ് അവരവർക്ക് വേണ്ടി യൂസ് ചെയ്യണം. അവരവർക്ക് വേണ്ടി
ഉപയോഗിക്കണം. ഇത് കണ്ണാടിയാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം. ഡെയിലി ജ്ഞാനം കൊണ്ട് കറക്റ്റ് ചെയ്യുക. നമ്മളെ കറക്റ്റ്, നമ്മുടെ പ്ലസ്സുകളും കാണും മൈനസും കാണും. പ്ലസ്സുകളെ കാര്യങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ദഹിപ്പിക്കുക. ഭക്ഷണം ദഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളർച്ചയുണ്ടാകും, നമുക്ക് ഊർജം കിട്ടും. അതേപോലെ ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ദഹിക്കുന്നതിനനുസരിച്ച്, ഞാൻ ഫീൽ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് മെന്റൽ പവറും ഉണ്ടാവും, ഫിസിക്കൽ പവറും ഉണ്ടാവും, എൻ്റെ ഇന്റലക്ച്വൽ പവറും ഇൻക്രീസ് ആക്കും, സ്പിരിച്വൽ പവറും ഇൻക്രീസ് ആക്കും. അതുകൊണ്ടാണ് ആദ്യമേ സിസ്റ്റർ പറഞ്ഞ് ഇതൊരു സമഗ്ര വികാസമാണ്. ശാരീരികം, മാനസികം, ബുദ്ധിപരം ആൻഡ് സ്പിരിച്വൽ, ആത്മീയം. ടോട്ടൽ നമ്മൾ പറയില്ലേ സമഗ്ര വ്യക്തിത്വ വികാസം, ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഒരു ചില്ലിക്കാശ് ചെലവില്ലാതാണ് നമുക്ക് ഈ ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ട്രെയിനിങ് ലഭിക്കുന്നത്. ആരെ ട്രെയിനർ? സ്വയം പരമാത്മാ വന്ന് നമ്മളെ ട്രെയിൻ ചെയ്യാണ്. ലക്ഷ്യം തന്നിട്ടുണ്ട്. ചിത്രം ഏതാണ്? ട്രെയിൻ ചെയ്തിട്ട് നമ്മളോട് കാണിച്ചു തരുന്ന ഫോട്ടോ ഏതാണ്? ഇത് എത്തുന്നത് വരെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് നടക്കണം. ഏതാ ചിത്രം? ഏതാണ്? ശ്രീ ലക്ഷ്മി ശ്രീനാരായണന്റെ ഫോട്ടോ. അതാണ് ചിത്രം കാണിച്ചു തന്നിരിക്കുന്നത്. പെർഫെക്റ്റ് യൂത്ത് അല്ലേ? ഇവരെ പോലെ ആകും വരയ്ക്ക് ഈ ഫോട്ടോ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഡെയിലി പറയും ഈ ബാഡ്ജ്, നമ്മൾ സിസ്റ്റേഴ്സ് അണിഞ്ഞിരിക്കുന്ന ഈ ബാഡ്ജിലുള്ള ഫോട്ടോ ശ്രീ ലക്ഷ്മി ശ്രീനാരായണന്റെ ഫോട്ടോ ആണ്. ലക്ഷ്യത്തിന്റെ ചിത്രം തന്നിരിക്കും. നോക്കൂ, ഡെയിലി ഇത് നോക്കൂ, കറക്റ്റ് ചെയ്യൂ. അതാണ് ഈ സ്റ്റഡിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഇത് ഡൈജസ്റ്റ് ചെയ്യുക. അർത്ഥം എന്താണ്? ഈ ജ്ഞാനം ശ്രവണം, മനനം, മഗ്നം. മൂന്നാമത്തെ സ്റ്റേജ്, ഈ എന്ത് പഠിച്ചോ ഇത് നമ്മുടെ അവയവങ്ങളാകണം. ആ മനനം മഗ്നമായിട്ട് മാറുന്നതിനാണ് യോഗം എന്ന് പറയാം. യോഗം പറഞ്ഞ യോജിപ്പ്. ആത്മാവായ ജ്ഞാനിക്ക് പരമാത്മാവുമായിട്ട് യോഗം കിട്ടും, കണക്ഷൻ കിട്ടും. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ എന്ത് കിട്ടും? ശക്തി കിട്ടും. കഴിച്ച ആഹാരം ദഹിപ്പിക്കാൻ. വയറ്റിൽ ആഹാരം പോയാലും പറയില്ലേ, വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ജഠരാഗ്നിയുണ്ട്. ആ അഗ്നിയിലാണ് അല്ലേ ദഹനം നടക്കണം. ദഹനരസം ദഹിപ്പിക്കാൻ വേണം. അതേപോലെ നമ്മൾ കേൾക്കുന്ന ജ്ഞാനത്തിനോടൊപ്പം മെഡിറ്റേഷൻ, ആത്മാവായ ഞാൻ പരമാത്മാവിനെ ഓർമ്മിക്കുക. അതാണ് എക്സർസൈസ്. ജ്ഞാനം ഭക്ഷണമാണ്. നമുക്കുള്ള എക്സർസൈസ് ഏതാണ്? മനസ്സിനുള്ള എക്സർസൈസാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനും കൂടി നടക്കുമ്പോഴാണ് ഈ ഭോജനം ശരിയായിട്ട് ദഹിക്കണം. ഇനി ദഹിച്ച ഭക്ഷണം എന്താകും? ഭക്ഷണം ദഹിച്ച ശരീരത്ത് കാണും. നമ്മൾ പറയില്ലേ, കണ്ടാ അറിയാലോ. ദേഹത്ത് കാണണം അർത്ഥം നമ്മൾ ഇവിടെ എന്ത് കഴിക്കുന്നു, നമ്മൾ ക്ലാസ് കേൾക്കണു, ക്ലാസ് കേൾക്കുന്നത് കാണണം. എവിടെ കാണണം? ഇവിടെ കാണണം അർത്ഥം നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ കാണപ്പെടണം. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, അതിലെ വിറ്റാമിൻ കാണപ്പെടണം. ഇതിൽ വിറ്റാമിൻ എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്, ഡിയും ഉണ്ട്. നമ്മുടെ ടോട്ടൽ ലൈഫിന് വേണ്ടതെല്ലാം ഉണ്ട്. അതേതാണ്? കാണപ്പെടുന്നത് എന്താണ്? പുറമേ കാണപ്പെടുന്നത് എന്താണ്? നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഗുണങ്ങൾ, നമ്മുടെ ശക്തികൾ അല്ലേ? അതാണ് കാണപ്പെടുന്നത്. ഈ ഫുഡ് കഴിച്ച് ദഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിൽ വിനയം താനേ വരും, ശാന്തത വരും, സ്നേഹം വരും, ശുദ്ധി വരും, സത്യത വരും. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആക്കും. ഉണർവ് വരും, ഉത്സാഹം വരും, ശക്തി വരും, ഊർജം വരും. ഇതൊന്നും ആർക്കും നമുക്ക് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, ഇതകത്തുനിന്ന് വരുന്നതാ. അതാണ് മൂന്നാമത്തെ വിഷയം, ധാരണ. ധാരണ പറഞ്ഞ് ധരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന ആഭരണങ്ങളാണ്. അതല്ലേ? ഡ്രസ്സും ആഭരണ സെറ്റാണ്. ശരീരത്തിന് അതാണ് ആഭരണം. ആത്മാവിൻ്റെ ആഭരണം ഗുണങ്ങളാണ്, ശക്തിയാണ്, നമ്മുടെ വിവേകമാണ്. നാലാമത്തെ വിഷയമാണ് സേവനം. സേവനം പറഞ്ഞാൽ എന്താ? സർവീസ്. കാരണം കൈയും കാലും ഒക്കെ വളർന്നാൽ പിന്നെ എന്ത് ചെയ്യണം? വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. പിന്നെന്ത് ചെയ്യണം? സേവനം ചെയ്യണം, അധ്വാനിക്കണം. എടുത്തത് കൊടുക്കണം. അതാണ് സേവനം.
10-20 വർഷം നമ്മൾ ആദ്യത്തെ 20 വർഷം അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും സേവനം എടുത്തു, പഠിച്ചു, സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് പിന്നെ എന്താ ലക്ഷ്യം? ജോലി വാങ്ങണം, അച്ഛനെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. ഇത്രയും വർഷം ഞാൻ എടുത്തു, ഇനി എനിക്ക് കൊടുക്കണം അല്ലേ? കൊടുക്കാനുള്ള ടൈമാണ്. യങ്സ്റ്റേഴ്സ് ലൈഫ് അർത്ഥം എന്താ? ശാരീരികമായി ഫിറ്റാണ്, എഡ്യൂക്കേഷൻ ഏകദേശം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോൾ സ്പിരിച്വൽ എഡ്യൂക്കേഷനിലെത്തി. അതുകൊണ്ട് ഇനി നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം? സർവീസ്, സർവീസ്, സർവീസ്. ഒരു നിമിഷം പോലും സേവനം ചെയ്യാതിരിക്കരുത്, റെസ്റ്റ് ടൈം ഒഴികെ. ഈ ശരീരത്തിന് മാക്സിമം 6 മണിക്കൂർ ഉറക്കം വേണം, അതൊഴികെ ബാക്കി സമയം ലക്ഷ്യം എന്തായിരിക്കണം? നിരന്തര സേവാധാരി. സർവീസ്, സർവീസ്, സർവീസ്. ഒന്നുകിൽ മനസ്സ, നല്ല വിചാരങ്ങൾ കൊണ്ടുള്ള സേവനം, അല്ലെങ്കിൽ വാച, അല്ലെങ്കിൽ ശരീരം കൊണ്ട് എന്തെങ്കിലും സേവനങ്ങൾ, പ്രത്യേകിച്ചും യൂത്താണ്, സേവനം ചെയ്യാതിരിക്കരുത്, സർവീസ് ചെയ്യാതിരിക്കരുത്. വെറുതെ ഇരുന്നാൽ തുരുമ്പ് പിടിക്കും, ഇവിടെയും തുരുമ്പ് പിടിക്കും, ഇവിടെയും തുരുമ്പ് പിടിക്കും. ഇവിടെ തുരുമ്പ് പിടിച്ചാൽ മനോരോഗം, വിഷാദം, ടെൻഷൻ, അല്ലെ സൈക്കട്രിക് പ്രോബ്ലം വരും. ഇവിടെ തുരുമ്പ് പിടിച്ചാൽ ശാരീരിക രോഗങ്ങൾ, എല്ലാ അവയവങ്ങളും, നമ്മുടെ കിഡ്നിയും നമ്മുടെ ലിവറും എല്ലാ അവയവങ്ങളും രോഗിയാക്കാൻ തുടങ്ങും. ശരീരം കൊണ്ട് മാക്സിമം അധ്വാനിക്കണം, മാക്സിമം. യങ്സ്റ്റേഴ്സാണ്, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം ചെയ്യുന്നത്ര അല്ലേ. നമുക്ക് ഏതുവരെ ശരീരമുണ്ടോ അതുവരെ നമ്മൾ ശാരീരികമായിട്ട് നല്ല പോലെ കർമ്മം ചെയ്യണം. മനസ്സിനെ സദുപയോഗം ചെയ്യണം. മനസ്സിനെ ഉപയോഗിക്കുക അർത്ഥം എന്താ? ശ്രേഷ്ഠ വിചാരങ്ങൾ കൊണ്ട്. കുറച്ച് ചിന്ത, പക്ഷെ ഉള്ള ചിന്ത ശ്രേഷ്ഠം. ആ രീതിയിൽ ഉപയോഗിക്കുക. ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കരുത്. അതാണ് സേവനം എന്ന് പറയുന്നത് ബാബ. അതുകൊണ്ട് സേവനം, സെൽഫ് സർവീസ് ചെയ്യണം നമ്മൾ. നമ്മുടെ ഉന്നതി, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഇത്രയും വലിയ ഒരു വിശ്വമംഗള കാര്യത്തിൻ്റെ വലിയൊരു ഫാമിലിയിലെ അംഗമായിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ, ശരീരമോ മനസ്സോ, നിങ്ങളുടെ ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അനേകരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അനേകരുടെ നന്മയ്ക്ക് വേണ്ടി. നമ്മൾ അങ്ങനെയുള്ള യൂസ്ഫുൾ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണം, വെറുതെ ഇരിക്കരുത്. ഓരോ സെക്കൻഡ് എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഠിപ്പ് കാര്യത്തിൽ, അല്ലാതെ വെറുതെ അതും ഇതും എല്ലാം പോയി പഠിച്ചു എല്ലാത്തിലും പോയി കൈവയ്ക്കും, പക്ഷെ ഒന്നും ഉപകാരമില്ല. അതല്ല യങ്സ്റ്റേഴ്സ്. വെറുതെ യൂട്യൂബിലും നോക്കി, ഗൂഗിളിലും നോക്കി അതും പഠിച്ചു ഇതും എനിക്കെല്ലാം അറിയാം. എന്തറിയാം? എനിക്കെല്ലാം അറിയാം. അതല്ല അറിവ്. അറിയുക അർത്ഥം അത് കാര്യത്തിൽ ഉപയോഗിക്കണം. ഞാൻ എവിടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നത് മാത്രം പഠിക്കുക, പഠിപ്പിച്ചത് യൂസ് ചെയ്യുക. അതാണ് സേവനം. ഞാൻ അതും പഠിച്ചിട്ടുണ്ട് ഇതും പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇലക്ട്രീഷ്യൻ്റെ ജോലി അറിയാം, പ്ലംബറുടെ ജോലി അറിയാം, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു ബൾബ് കേടായ ഞാൻ ഇലക്ട്രീഷ്യനെ പുറത്തുനിന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. സ്വയം ചെയ്യാൻ പറ്റണം. അതാണ് പഠിപ്പ്. വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും ഇപ്പം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം നമുക്ക് അല്ലേ ഓൺലൈനിൽ സ്റ്റഡി ചെയ്യാൻ പറ്റും. പഠിക്കുന്നത് വെറുതെ പാണ്ഡിത്യത്തിനല്ല, ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക് അത് ഉപകാരമാകണം, അടുത്ത വീട്ടിലേക്ക് അതൊരു സർവീസ് ആകണം. ബാബയുടെ വീട്ടിലെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തോടൊപ്പം ചേർന്ന് നമ്മുടെ കഴിവുകൾ വിശ്വമംഗളത്തിന് അനേകർക്ക് വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാരെ കൊണ്ടൊരു പ്രയോജനവുമില്ല, സ്വയത്തിനുമില്ല, മറ്റുള്ളവർക്കും ഇല്ല. സേവാധാരികളായിട്ട് മാറുക. അതിനാണ് 4 വിഷയം തന്നിരിക്കുന്നത്. ഓക്കെ, യങ്സ്റ്റേഴ്സാണ് എല്ലാവരും. ഈ 4 വിഷയത്തിലൂടെ ജ്ഞാനം, യോഗം, ധാരണ, സേവനം, 4 വിഷയത്തിലൂടെ എന്ത് ചെയ്യുക? ഹെൽത്തി, വെൽത്തി, ഹാപ്പി, പ്രോസ്പെറസ് ലൈഫ്. ഏതാ നമ്മുടെ ചിത്രം? ഏതാണ് ലക്ഷ്യത്തിൻ്റെ? ശ്രീലക്ഷ്മി, ശ്രീനാരായണൻ്റെ ഫോട്ടോ. ഇതാണ് നമ്മുടെ ഹീറോ, ഹീറോയിൻ. പണ്ടൊക്കെ വീട്ടിൽ ഓരോ ഫോട്ടോ കൊണ്ടുവയ്ക്കില്ലേ? ഏതൊക്കെയാണ് വീട്ടിൽ ഫോട്ടോ വെച്ചിരിക്കണേ? ആരുടെ ഫോട്ടോയെ വെച്ചിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഹീറോ, ഹീറോയിൻ. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതുപോലെ നമുക്കും നമ്മുടെ പേഴ്സണാലിറ്റി
അല്ലേ? ഹെൽത്തി, വെൽത്തി, ഹാപ്പി, പ്രോസ്പെറസ് ആക്കി മാറ്റാൻ കഴിയും. ഈ ജേർണിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലക്ഷ്യത്തിൽ തീർച്ചയായിട്ടും എത്താൻ കഴിയും. കാരണം കൈപിടിച്ച് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചർ, നമ്മുടെ അച്ഛൻ, നമ്മുടെ ഗുരു, സദ്ഗുരു, പരംപിത പരമാത്മാവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ലക്ഷ്യത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ കഴിയും. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബയുടെ ഓർമ്മയിലിരുന്ന് പൂർത്തിയാക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തി ഇത്രയും സമയം ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടിരുന്നു. സമയത്തെത്തി. എല്ലാവർക്കും നന്ദി. ഒരു മിനിറ്റ് നമുക്ക് 30-60 സെക്കൻഡ്, ഒരു മിനിറ്റ് സമയം ഉള്ളിലെ ലക്ഷ്യത്തെ ഉറപ്പിക്കാം. ഞാൻ എവിടെ എത്തിയിരിക്കുന്നത്? ആരാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കോഴ്സിൽ ചേരാനും ക്ലാസ്സുകൾ കേൾക്കണമെന്നും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കാൻ ഒരു സദ്ബുദ്ധി എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെ ഫോഴ്സ് ആരാണ്? സോഴ്സ് ആരാണ്? ആ ലൈറ്റാണ്. ഈ ലൈറ്റിലേക്ക്, ആത്മാവാകുന്ന ഈ ലൈറ്റിലേക്ക് മൈറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് സർവശക്തിവാനാണ്. കണക്റ്റ് ആകൂ. പരമമായ ലൈറ്റിൽ നിന്ന് സർവശക്തികളുടെ ലൈറ്റ് ഒഴുകി ആത്മാവിൽ നിറയുകയാണ്. മനസ്സിനെയും പ്രകാശിപ്പിക്കേണ്ടത് നല്ല ചിന്തകൾക്ക്. ബുദ്ധിയിലും ശക്തി നിറയുകയാണ് നല്ല തീരുമാനം എടുക്കാൻ. എൻ്റെ സംസ്കാരത്തെയും സംസ്കരിക്കുകയാണ്. ലൈറ്റായി എനിക്ക് സുപ്രീം ലൈറ്റിൽ നിന്ന് കിട്ടുന്ന മൈറ്റ് എൻ്റെ ലൈഫിനെ റൈറ്റാക്കി മാറ്റുകയാണ്. റൈറ്റിയസ് വേയിലേക്ക് നയിക്കുകയാണ്. താങ്ക് യു ബാബ. സർവശക്തിവാനോട് നന്ദി പറയും. ഞാനൊരു ലൈറ്റാണ്. എനിക്ക് ലൈറ്റായിരിക്കണം. മൈറ്റോടെ ശക്തിശാലിയായിരിക്കണം. റൈറ്റിയസ് ലൈഫ്, റൈറ്റ് തിങ്കിങ്, റൈറ്റായിട്ടുള്ള തീരുമാനം, റൈറ്റായിട്ടുള്ള വാക്കുകൾ, റൈറ്റായിട്ടുള്ള ചുവടുകൾ എല്ലാം റൈറ്റാകും, ശരിയാകും. ഓം ശാന്തി. ഓം ശാന്തി. ഇന്നത്തെ ഈ ഈവനിങ് ടൈം നമ്മളെ സംബന്ധിച്ചിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സൗഭാഗ്യം നിറഞ്ഞൊരു ഈവനിങ് ടൈം ആയിരുന്നു. യൂത്തിന്റെ ഈ ഒരു പ്രോഗ്രാമില് സിസ്റ്റർ പോലെ നമുക്ക് ഇത്രയും യൂത്ത് പീരീഡ് എങ്ങനെ ഇത്രത്തോളം വളരെ നന്നായി സദുപയോഗം ചെയ്ത് സദുപയോഗം ചെയ്തിട്ട് ജീവിതത്തെ ഇത്രയും ശ്രേഷ്ഠമാക്കി മാറ്റിയ നമ്മുടെ സിസ്റ്ററുടെ ഇത്രയും നല്ല അനുഭവം നമ്മൾ കേട്ടു. ഒപ്പം തന്നെ യൂത്ത് പീരീഡിന് ഈ യൂത്ത് കാലഘട്ടത്തെ എങ്ങനെ വളരെ നന്നായി സദുപയോഗം ചെയ്യാം, ശരീരവും ഒപ്പം തന്നെ മനസ്സും എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എനർജറ്റിക് ആയിട്ട് യൂസ്ഫുൾ ആക്കാം എന്നതിനെ കുറിച്ചും, അതേപോലെ ഈ യൂത്ത് പീരീഡില് സ്പിരിച്വൽ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്,
ആ ഇമ്പോർട്ടൻസിനെ കുറിച്ചും വളരെ നമുക്ക് നല്ല വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. നമ്മളെല്ലാവരും വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുണ്ട് സിസ്റ്ററുടെ വാക്കുകളിലൂടെ. സിസ്റ്ററുടെ ഈ 1 മണിക്കൂറത്തെ ക്ലാസ് ഇൻസ്പിറേഷൻ നമുക്ക് നമ്മുടെ യൂത്ത് ലൈഫിൽ ഉടനീളം നമ്മുടെ മനസ്സിന്റെ അകത്ത് ഉണ്ടാവണം, ആത്മാവിൽ ഉണ്ടാവണം നമുക്ക് ഈ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ഇത്രയും ഇൻസ്പിറേഷൻസ് തന്ന നമ്മുടെ സിസ്റ്റർക്ക് ഒരുപാട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സിസ്റ്റർക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും. താങ്ക് യു സിസ്റ്റർ. ഓം ശാന്തി. ശാന്തി. എല്ലാവർക്കും ശുഭരാത്രി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഹാൻഡ് റൈസ് ചെയ്താൽ സിസ്റ്റർ അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. വെരി എനർജറ്റിക് യൂത്ത് ആണ്. വെരി ഗുഡ്. താങ്ക് യു ബാബ. എല്ലാരെയും ബാബ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. സർവശക്തിവാന്റെ കൂടെ കീഴിലാണ്. നോ ക്വസ്റ്റ്യൻസ്. സോ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, വെരി ഗുഡ്. എന്നും ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കും. ഒരിക്കലും വാടിപ്പോകരുത്. സദാ വിടർന്ന മുഖം. പരമാത്മാ എപ്പോഴും മുരളിയില് ഭഗവാന്റെ മഹാവാക്യത്തിൽ പറയും വിടർന്ന പൂവായിരിക്കണം. അതുകൊണ്ട് എല്ലാരെയും വിടർന്ന പൂവായിട്ടാണ് കാണുന്നത്. എപ്പോഴും പൂക്കൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ. പക്ഷെ പൂ വിടർന്നിരിക്കണമെങ്കിൽ ആരുടെ കൂട്ടുകെട്ട് വേണം? വെള്ളവും വെളിച്ചവും വേണം സൂര്യന്റെ. ഇവിടെ പരമാത്മാ സൂര്യനിൽ നിന്ന് വെള്ളവും വെളിച്ചവും എടുത്തുകൊണ്ട് സദാ വിടർന്നിരിക്കും. ക്ലാസ് മിസ് ചെയ്യരുത്, മെഡിറ്റേഷൻ മിസ് ചെയ്യരുത്. അവിടെ നിന്നാണ് നമുക്ക് വെള്ളവും വെളിച്ചവും കിട്ടുന്നത്. ഓക്കെ. ഓം ശാന്തി. ഓം ശാന്തി സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. നിങ്ങളെല്ലാവരും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും എത്തി. ഒരുപാട് സന്തോഷം. നമ്മുടെ യജ്ഞത്തിലെ ഈശ്വരീയ വിദ്യാർത്ഥികള് പഴയവരാണെങ്കിലും ഇപ്പൊ പുതിയ കോഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ദിശ ഫോർ യൂത്തിലെ കഴിഞ്ഞ 2 ബാച്ചിൽ പങ്കെടുത്ത കുട്ടികളാണെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോ നമ്മുടെ ഈ BK യൂത്ത് പ്രോഗ്രാം ക്ലാസ് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു ഈശ്വരീയ എനർജി നിറയ്ക്കുന്ന, അല്ലെ, ലോകത്തിൽ ആർക്കും പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോഡ്ലി എനർജി, പരമാത്മാ ശക്തി നിറയ്ക്കുന്ന യൂത്ത് ടൈം എന്ന് വെച്ചാ അത് വല്ലാത്തൊരു, എന്താ പറയാ, നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഇനി ലോകത്തിലൊന്നും ഇല്ല. അപ്പൊ അത്രയും എനർജി സമ്പാദിക്കുന്ന നമ്മുടെ ഒരു ഗ്രൂപ്പ്, അല്ലെ, ആ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ, സേവന കാര്യങ്ങൾ നമുക്ക് ഈ വിശ്വത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു പരിവാരത്തിന്റെ കീഴില്, ഒരു കുടുംബത്തിന്റെ കീഴില് നമ്മൾ എല്ലാവരും ഒത്തുചേരുമ്പോഴേ നമുക്ക് ആ ശക്തി വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സുദിനം എന്ന് വെച്ചാൽ ഈശ്വരൻ നമ്മളെ എല്ലാവരെയും ഒരു കുടുംബത്തിലേക്ക്, ഒരു എന്താ പറയാ, ഒരു യൂണിറ്റിയിലേക്ക് നമ്മളെല്ലാവരെയും ഇന്ന് എത്തിച്ചിരിക്കുകയാണ്. ഒരു കുടക്കീഴിൽ നമ്മളെ എത്തിച്ചിരിക്കുക. ഇനി ഈ കുടക്കീഴിൽ നിന്നും ഇനി ആരും പോവരുത്. കാരണം ഭഗവാൻ നമുക്ക് ആ കുടക്കീഴ് തന്നു, നമ്മളെ ഒരുമിച്ച് ചേർത്തു. അപ്പൊ ഇതിൽ നമ്മളെല്ലാവരും ഇതേപോലെ 170ഓളം പേരുണ്ടായിരുന്നു. ഇപ്പോ കുറച്ച് എന്തൊക്കെ തിരക്കായിട്ട് കുറെ പേര് പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് ഇത്രയും വർക്കൗട്ട് ആവണം. അപ്പൊ അതിനു വേണ്ടി ഈശ്വരനായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സിസ്റ്ററിലൂടെ ഇത്രയും നല്ലൊരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഓരോ ആഴ്ചയും എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് ഇതേ സമയത്ത് നമുക്ക് ഒത്തുകൂടാം. അതിന് ഓരോ സിസ്റ്റേഴ്സും, നമ്മുടെ തന്നെ വിദ്യാലയത്തിൽ നമുക്ക് ഒരുപാട് സിസ്റ്റേഴ്സും ഉണ്ട്. ഓരോ സെന്റർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട്, അവിടെ ഇരുന്നുകൊണ്ട് ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും നമുക്ക് ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോ സിസ്റ്റേഴ്സിനും
ഇപ്പൊ നമ്മുടെ മീന സിസ്റ്റർ പറഞ്ഞ പോലെ അനേക അനുഭവങ്ങളും നമ്മുടെ ഓരോ സിസ്റ്റേഴ്സിനുണ്ട്. എല്ലാ സിസ്റ്റേഴ്സും യങ് പീരീഡിൽ വന്ന് അവരുടെ ഇത്രയും എനർജി വിശ്വത്തിന് വേണ്ടി, വിശ്വ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പൊ അത്രയും സിസ്റ്റേഴ്സ് അവരുടെ അനുഭവങ്ങൾ നമ്മോട് ഷെയർ ചെയ്യും, നമുക്ക് വേണ്ട ഇൻസ്പിറേഷൻസ് തരും, ഗൈഡൻസ് തരും. അപ്പൊ എല്ലാ ആഴ്ചകളിലും ഇനി നമുക്ക് ഇതേപോലെ ഒരു പരിവാരം പോലെ നമുക്ക് എല്ലാവർക്കും കൂടണം. എന്നിട്ട് പരസ്പരം നമുക്ക് ഷെയറിങ് ചെയ്യാം, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും. മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യണോ ഷെയർ ചെയ്യാം. കാരണം നമ്മൾ എല്ലാവരും ഒരു പരിവാരമാണ്, ഒരു കുടുംബമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം. എല്ലാ ആഴ്ചയും നിങ്ങൾ എത്തും എന്നൊരു പ്രതീക്ഷ സിസ്റ്റർക്കുണ്ട് ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും എത്തുമല്ലോ എല്ലാ ഞായറാഴ്ചയും VK യൂത്ത് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. അപ്പോ എല്ലാ ഞായറാഴ്ച ഇതേപോലെ ഇതേ സമയത്ത് ഉണ്ടാകും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റർ തരും. പക്ഷെ അതിനു വേണ്ടി നമുക്കൊരു VK യൂത്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ജനുവരി മുതലേ സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രാംസ് എല്ലാം തുടങ്ങി. പക്ഷെ എല്ലാവരും കൂടി നമ്മൾ കൂടിച്ചേർന്നിട്ട് ഇതാണ് ആദ്യമായി നമ്മൾ കൂടിച്ചേരണേ. കാരണം പലരുടെയും കോണ്ടാക്ട് നമ്പർ ഇല്ല, പേരില്ല, ഒന്നുമില്ല, ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ആയിട്ടില്ല. ഇത് നിങ്ങളിപ്പോ നിങ്ങളുടെ സെന്റർ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ എങ്ങനെയോ അറിഞ്ഞിട്ട് വന്നതാണ് അല്ലെ? ഓരോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് കിട്ടിയിട്ട് വന്നതാ. അപ്പൊ നമുക്കായിട്ടൊരു VK യൂത്ത് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിലേക്കുള്ള നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സിസ്റ്റർ ചെറിയ റിക്വസ്റ്റ് ആണ്, ആരാണോ 40ക്ക് താഴെ, 40 വയസ്സിന് താഴെയുള്ളവര്, അപ്പം ഞാന് മറ്റുള്ളവര് പറയല്ല, അതായത് ബാക്കി ബാബയുടെ അല്ലെ മാതാക്കളും അമ്മമാരൊക്കെ ഉണ്ട്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ പറയുന്നത്. അതായത് 40 വയസ്സിനും താഴെയുള്ള ആരൊക്കെയുണ്ടോ, 18 വയസ്സിന് മേലെ, അതേപോലെ 40 വയസ്സിന് താഴെയുള്ളവർ ആരൊക്കെയാണോ, സിസ്റ്റർക്ക് നിങ്ങളുടെ പേരും ഫോൺ നമ്പറുകളൊന്നും ജസ്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഏജ്, മാരീഡ് ഓർ അൺമാരീഡ്, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ നന്നായിരുന്നു. അപ്പൊ സിസ്റ്റർക്ക് നിങ്ങളുടെ നമ്പറിനെ ആ ഗ്രൂപ്പിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലല്ലേ നമുക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഏജ്, അതേപോലെ സ്ഥലം, മാരീഡ് ഓർ അൺമാരീഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ നല്ലത്. ഇപ്പൊ കോഴ്സ് കേട്ടോണ്ടിരിക്കുന്നവർ വേണ്ട, അത് സിസ്റ്റർ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ദിശയുടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവർ ഇപ്പൊ ചെയ്യണ്ട, അവരുടെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ടല്ലോ, നമുക്കറിയാം. ബാക്കിയുള്ളവര് ദിശ ഫോർ യൂത്ത് ക്ലാസിന്റെ കോഴ്സ് കേട്ടോണ്ടിരിക്കുന്നവർ വേണ്ട, അല്ലാത്ത ഇപ്പോഴത്തെ കോഴ്സ് കേൾക്കുന്നവരല്ല, ബാക്കിയുള്ളവരുടെ കാര്യമാണ് സിസ്റ്റർ പറയണേ. എല്ലാവരും അവരവരുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം, ഏജ്, മാരീഡ് ഓർ അൺമാരീഡ്, ഇത്രയും. മാരീഡ് ആണെങ്കിൽ ആണോ അല്ലെങ്കിൽ അല്ല, ഇത്രയും കാര്യങ്ങളൊന്ന് വേഗം നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ വളരെ നല്ലത്. ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളവരുടെ ആവശ്യമില്ല. ഓക്കെ, ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളവരുടെ ആവശ്യമില്ല കേട്ടോ. ദിശ ഫോർ യൂത്ത് എന്ന ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളവരുടെ ആവശ്യമില്ല, അല്ലാത്തവരുടെ. എല്ലാ ഡീറ്റെയിൽസും എഴുതണേ. പേര്, ഫോൺ നമ്പർ, സ്ഥലം, ഏജ്, വയസ്സും കൂടി എഴുതണം, മാരീഡ് ഓർ അൺമാരീഡ്. ഞാനിവിടെ സിസ്റ്റർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾ ഇട്ടോളൂ. എല്ലാവരും അവരവരുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തിട്ടോളൂ. ഏജും കൂടി പ്രത്യേകം നോട്ട് ചെയ്യണം നിങ്ങൾ. ഏജ്, വയസ്സും കൂടി നോട്ട് ചെയ്യൂ, അതും കൂടി അയക്കൂ. മാക്സിമം 40 ആണ്, 40 മുതൽ 40 താഴെ. സ്ഥലം കൂടി വേണേ. സ്ഥലം, പേര്, ഫോൺ നമ്പർ,
വയസ്സ്, മാരീഡ് ഓർ അൺമാരീഡ് അതും കൂടി എഴുതണം. 18 ടൈപ്പ് ചെയ്യാം. 18 അഡ്രസ് ഇട്ടോളൂ. 18 വയസ്സ്. ഓക്കെ, 40 ആണ് കേട്ടോ, മാക്സിമം 40 ആണ്. 40 താഴെ. സ്ഥലം കൂടി നോട്ട് ചെയ്യണം കേട്ടോ. സ്ഥലം, പ്ലേസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യൂ. പ്ലേസ്, ഏജ്, ഫോൺ നമ്പർ, പേര്. ആയോ? വന്നു കഴിഞ്ഞു? എല്ലാവരുടെയും കഴിഞ്ഞു? കുറച്ചു പേരുടെ അല്ലേ വന്നുള്ളൂ. മാരീഡ് ഓർ അൺമാരീഡ് അതും കൂടി നോട്ട് ചെയ്യൂട്ടോ. അത് പലരും എഴുതിയിട്ടില്ല. നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസും കൂടി നോട്ട് ചെയ്യൂ. മാരീഡ് ആണോ അൺമാരീഡ് ആണോ അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യണേ. അത് പലരും ചെയ്തിട്ടില്ല. അതും കൂടി അപ്പോ ജസ്റ്റ് അത് ചെയ്യാത്തവര് ഒന്നുകൂടി പേരെഴുതിയിട്ട് പേരെഴുതുക. മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് എഴുതുക. അതും കൂടി എഴുതണം. കഴിഞ്ഞുവല്ലോ അല്ലേ? ഇനി ഉണ്ടോ? ഉള്ളവര് ടൈപ്പ് ചെയ്തിട്ട് വിടും. ഓക്കെ, എന്തായാലും സമയമായി 8:30. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, കാരണം അടുത്ത ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട് ഇതേ സമയത്ത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സിസ്റ്റർ ഇതിലുള്ള ഈ നമ്പറുകളെല്ലാം സിസ്റ്റർ ദിശ ഫോർ യൂത്ത് സ്റ്റാർസ് എന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഇടാൻ പോവാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന എല്ലാ നമ്പറുകളെയും ദിശ ഫോർ യൂത്ത് സ്റ്റാർസ് എന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങളെയൊക്കെ സിസ്റ്റർ ആഡ് ചെയ്യും. അതിലേക്ക് നിങ്ങൾ അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള ക്ലാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ വരും. ഓക്കെ, നമ്മുടെ ഓരോ ക്ലാസ്സുകളും വീഡിയോസ് എല്ലാം അതിലേക്ക് ഇടും. അപ്പൊ അടുത്ത സൺഡേ ഇതേ സമയത്ത് നിങ്ങൾ എല്ലാവരും എത്തുക. ബാക്കി നാളെ നമ്മളിപ്പോ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിനുള്ള കോഴ്സ് നാളെ ഉണ്ടാകും. അത് അറിയാലോ. അപ്പൊ അവര് നാളെ എത്തുക. ബാക്കി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും വന്നതില്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതില് ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓം ശാന്തി. അഡ്രസ് എഴുതാൻ ബാക്കിയുള്ളവര് അഡ്രസ് ഇട്ടോളൂ. സിസ്റ്റർ ക്ലോസ് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഇട്ടോളൂ.